ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. അപ്പോൾ 10 വർഷത്തിന് ശേഷം കോൺഗ്രസ്സിന് ഒരു പ്രതിപക്ഷ നേതാവിനെ കിട്ടിയിരിക്കുകയാണ്. അതായത് പ്രതിപക്ഷത്തിന് ഒരു ഔദ്യോഗിക നേതാവിനെ കിട്ടിയിരിക്കുകയാണ്, രാഹുൽ ഗാന്ധിയെ. പക്ഷേ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായപ്പോഴേക്ക് രാജ്യത്ത് പല കോണുകളിൽ നിന്നും അനുകൂലമായും പ്രതികൂലമായും അഭിപ്രായങ്ങളാണ് ഉയരുന്നത്. ഈ രാഹുൽ ഗാന്ധിയുടെ സ്വഭാവം അനുസരിച്ച് സ്ഥിരതയില്ലാത്തൊരു നേതാവെന്ന് പറഞ്ഞ് കേട്ട ഉള്ള ഒരു വ്യവസ്ഥിതി വെച്ച് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃപദവിയിൽ പൂർണ്ണമായും നീതി പുലർത്തുമോ, ശോഭിക്കുമോ? ഈ പാർലമെന്റ് ഇലക്ഷന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് കുറച്ചുകൂടി ഒരു സ്വീകാര്യത സമൂഹത്തിൽ ലഭിച്ചു എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. അത് ജനങ്ങളുടെ ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ മനോഭാവത്തിൽ വന്നൊരു മാറ്റമുണ്ട്. കാരണം വെറും പപ്പു മോൻ എന്ന് പറഞ്ഞ് കളിയാക്കിയിരുന്ന രാഹുൽ ഗാന്ധിയെ, കാരണം രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, ഭരണതലത്തിൽ വന്നു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയാവാനുള്ള യോഗ്യതയൊന്നുമില്ല, അങ്ങനെ വന്നാൽ തന്നെയും ശോഭിക്കത്തില്ല എന്നൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ ഈ തിരഞ്ഞെടുപ്പോട് കൂടി കോൺഗ്രസിന് 99 സീറ്റ് കിട്ടുകയും അതുപോലെ രാഹുൽ ഗാന്ധി ഇന്ത്യയിലുടനീളം നടത്തിയ ഒരു യാത്രയുണ്ട്, ഭാരത് ജോഡോ യാത്രയും പിന്നെ ഭാരത് രണ്ടാമതൊരു യാത്ര നടത്തിയല്ലോ അതേ പേരിൽ തന്നെ. അപ്പൊ ഈ രണ്ട് യാത്രകളും എല്ലാം കൂടെ ചേർന്നിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും നല്ല ഒരു മികച്ചൊരു ജയം അദ്ദേഹത്തിന് പാർട്ടിക്ക് ലഭിച്ചതെന്നാണ്. അല്ല, ഇടയ്ക്ക് പറഞ്ഞോട്ടെ, ഈ ഭാരത് ജോഡോ യാത്രയെ കുറിച്ച് ഇപ്പൊ പ്രകീർത്തിക്കുമ്പോഴും ഈ ഭാരത് ജോഡോ യാത്ര നടത്തിയതിനു ശേഷമാണ് 2 പ്രമുഖ സംസ്ഥാനങ്ങൾ പോയത്. സംസ്ഥാനങ്ങളിലെ ഇലക്ഷൻ പക്ഷേ കോൺഗ്രസിനൊന്നും പ്രതീക്ഷ നൽകുന്നില്ല. അത് മാത്രമല്ല, വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പാർലമെന്റ് ഇലക്ഷനിൽ BJPക്ക് പരാജയം ഉണ്ടായി എന്നാണ് മീഡിയകൾ മുഴുവൻ പാടിക്കൊണ്ട് നടക്കുന്നത്. പക്ഷേ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ BJPക്ക് എവിടെയാണ് പരാജയം ഉണ്ടായി? UP-യിൽ കുറച്ച് സീറ്റ് കുറഞ്ഞു, മഹാരാഷ്ട്രയിൽ കുറച്ച് സീറ്റ് കുറഞ്ഞു. ഇതിനപ്പുറം BJPക്ക് സംസ്ഥാനങ്ങളുടെ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ സ്വാധീനം വർദ്ധിപ്പിക്കുകയാണ് അവർ ചെയ്തത്. ഒഡീഷ പിടിച്ചെടുത്തു. അതുപോലെ മറ്റൊരു സംസ്ഥാനവും കിട്ടിയല്ലോ, ബീഹാർ അല്ലല്ലോ, ഒഡീഷയിൽ ഭരണം പിടിച്ചെടുത്തത് മാത്രമല്ല മറ്റൊരു സംസ്ഥാനം നോർത്ത് ഈസ്റ്റിൽ എവിടെ ഒരു സംസ്ഥാനം കൂടെ അവർക്ക്, എനിക്ക് തോന്നുന്നത് അരുണാചൽ പ്രദേശ്, 2 സ്ഥലത്ത് ഭരണം പിടിച്ചെടുത്തവർ. ഒഡീഷ എന്ന് പറഞ്ഞാൽ 22 വർഷമായിട്ട് മറ്റേ ബിജു പട്നായിക്കിന്റെ മകനുണ്ടല്ലോ, നവീൻ പട്നായിക്കിന്റെ തുടർച്ചയായ ഭരണം നടന്ന ഒരു സ്ഥലത്താണ് അവിടുത്തെ സംസ്ഥാന ഭരണം നല്ല ഭൂരിപക്ഷത്തിൽ പിടിച്ചെടുത്തു. അപ്പോ ഇവര് അത് മാത്രമല്ല, തെക്കേ ഇന്ത്യയില് കൂടുതൽ സീറ്റ് വർദ്ധിപ്പിക്കുകയും ചെയ്തു, പാർലമെന്റ് സീറ്റ്. കർണാടകത്തിൽ കുറഞ്ഞെങ്കിലും അത് പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസ് ഇനി അവിടെ ഒരു തുടർഭരണം നിയമസഭയിൽ ലഭിക്കുമെന്നുള്ളത്. കാരണം അവിടെ അവർ തമ്മിലടി ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. ശിവകുമാറും സിദ്ധരാമയ്യയും തമ്മിൽ തുടക്കത്തിലെ അവർ സ്വരച്ചേർച്ച ഇല്ലാത്ത രീതിയിലായിരുന്നില്ല. പിന്നെ കേന്ദ്ര നേതൃത്വമൊക്കെ ഇടപെട്ട് അവരെ ഒന്ന് അനുനയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. പക്ഷെ നമ്മുടെ വിഷയം രാഹുൽ ഗാന്ധിയാണല്ലോ. ഇപ്പൊ രാഹുൽ ഗാന്ധി ശോഭിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ. അപ്പോൾ പാർലമെന്റിൽ അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിച്ചു. ഇനി അദ്ദേഹം ഈ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുന്ന് അദ്ദേഹം പാർലമെന്റിലെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുമോ, പക്വത കാണിക്കുമോ? വളരെ ഭാരിച്ച ഒരു ചുമതലയാണ്. കാരണം രാഹുൽ ഗാന്ധി പ്രതീക്ഷിക്കുന്ന വലിയൊരു ജനവിഭാഗമുണ്ട്. അതുപോലെ കഴിഞ്ഞ പാർലമെന്റിൽ എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറയുന്നത് അദ്ദേഹം പാർലമെന്റ് അംഗമായിരുന്നെങ്കിലും 7 or 8 തവണ മാത്രമാണ് അദ്ദേഹം പാർലമെന്റിൽ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് നേരത്തെ അതിന്റെ ഒരു ചർച്ചകളിൽ ഇല്ല, ചോദ്യോത്തരവേളയിൽ ഒന്നിലും. അതെ, അതാ പറഞ്ഞ 8 തവണ വന്നിട്ടുണ്ട്. ആകെ 8 തവണയാണ് 5 വർഷത്തിനിടയ്ക്ക് അദ്ദേഹം പാർലമെന്റിൽ വന്നത്. അതുപോലെ കാര്യമായ ഒരു ചർച്ചയിലും അദ്ദേഹം പങ്കെടുത്തതായിട്ട് പറയുന്നില്ല. പിന്നെ മോഡിയെ കെട്ടിപ്പിടിക്കാനൊക്കെ ചില സന്ദർഭങ്ങൾ അദ്ദേഹം ഉപയോഗിച്ചു എന്നുള്ളത് കവിഞ്ഞ് അത്തരത്തിലുള്ള ചില കോമഡികൾ മാത്രമാണ് വിമർശനം പോയി. അതെ, അങ്ങനെയുള്ള അതൊരു കോമഡി ആയിട്ടാണ് പലരും അന്ന് കണ്ടിരുന്നത്. അതേപോലെ പക്ഷെ ഇപ്പോൾ അതല്ല സ്ഥിതി. ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് കുറെ കൂടി ഉത്തരവാദിത്തങ്ങൾ കൂടിയിരിക്കുന്നു. പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കേണ്ട ചുമതല ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് വന്നിരിക്കുന്നു. ഒരു പക്ഷേ ഇവർ ഒത്തുപിടിച്ചു കഴിഞ്ഞാൽ അടുത്ത തവണ ഭരണത്തിൽ വരാനുള്ള സാധ്യതയും ഉണ്ടാവും. അത് നമ്മുടെ മറ്റു സംസ്ഥാനങ്ങളിലെ രീതി അനുസരിച്ചിരിക്കും അത് എത്രത്തോളം ലഭിക്കും എന്നുള്ളത്. ആ സംസ്ഥാനങ്ങളിലെ മാറ്റം ഉണ്ടാവണം. അപ്പം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളാണല്ലോ യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസിന് കൂടുതൽ അനുകൂലമായി മാറേണ്ടത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിനിടയ്ക്കതല്ല, നമ്മൾ ലോക്സഭയിൽ ഭൂരിപക്ഷം ഉണ്ടായാൽ പോലും രാജ്യസഭയിൽ ഭൂരിപക്ഷമെങ്കിലും അടുത്ത് വന്നില്ലെങ്കിൽ ബില്ലുകൾ പോലും പാസ്സാക്കാൻ പറ്റത്തില്ല. അത് ശരിയാണ്. കാരണം സംസ്ഥാനങ്ങൾ കൂടുതലും BJPയുടെ കൈവശമാണ്. അത് മാത്രമല്ല, ഇനി 5 വർഷം കഴിഞ്ഞു വരുന്ന ഒരു തിരഞ്ഞെടുപ്പിൽ ഇപ്പൊ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് ഇവർ ഉണ്ടാക്കിയത്.
പക്ഷെ അന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തില് എത്ര കക്ഷികൾ കോൺഗ്രസിനോടൊപ്പം ഉണ്ടാകും എന്നുള്ളതൊക്കെ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ എന്തായിരിക്കും അന്നത്തെ സ്ഥിതി? അപ്പൊ കോൺഗ്രസിന്റെ ഒരു പെർഫോമൻസ് ഈ കാലയളവിൽ എത്രത്തോളം ഉണ്ടാകും? രാഹുൽ ഗാന്ധിയുടെ ഒരു പെർഫോമൻസ് ഇപ്പൊ കേരളത്തിലാണ് എനിക്ക് തോന്നുന്നത് രാഹുൽ ഗാന്ധിയെ ഭയങ്കരമായിട്ട് പോസ്റ്റ് ചെയ്തിട്ട് ഈ സമൂഹ മാധ്യമങ്ങളിലെല്ലാം രാഹുൽ ഗാന്ധിയെ പ്രകീർത്തിച്ചുകൊണ്ടാണ്. ഇപ്പോൾ ഞാൻ ആ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞാ വേളയിൽ സംസ്കാരം എന്നും പറഞ്ഞിട്ടാണ് ഒരു വീഡിയോ വന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ നരേന്ദ്രമോദി സ്പീക്കറിനെ പോയി ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട്, സഭാനാഥനെ പോയി ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് ലെഫ്റ്റ് സൈഡ് ഒരു വലതുവശത്ത് നിന്ന് പോകുന്നത്, തിരിച്ച് ഈ സൈഡിൽ കൂടെ ചെല്ലുന്ന രാഹുൽ ഗാന്ധി സഭയുടെ നാഥന് ഷേക്ക് ഹാൻഡ് കൊടുത്തതിന് ശേഷം മാറിയിട്ട് അവിടെ നിന്ന് ശിവായിക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇപ്പൊ ശിവായിക്കൊന്നും ഷേക്ക് ഹാൻഡ് കൊടുക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷെ അദ്ദേഹം എന്തോ ഒരു വ്യത്യസ്തമായ കാര്യം ചെയ്തു എന്നുള്ള രീതിയിലാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ വീഡിയോസ്. അതാണ് സംസ്കാരം എന്ന് പറഞ്ഞിട്ട്. അതെന്ത് സംസ്കാരമാണ്? അത് ജനങ്ങളുടെ ഇടയിലാണ് കാണിക്കേണ്ടത്. ജനങ്ങളുടെ ഇടയിൽ കാണിക്കണം. പാർലമെന്റിൽ ഇങ്ങനെ എന്തെങ്കിലും ഇതുപോലുള്ള കോപ്രായങ്ങൾ കാണിച്ചിട്ട് കാര്യമില്ല. അത് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിയിട്ട് ഇനി എത്രത്തോളം അദ്ദേഹത്തിന് പ്രവർത്തിക്കാനാവുന്നു, ഈ ജനകീയ പ്രശ്നങ്ങൾ എത്രത്തോളം ഏറ്റെടുത്ത് അത് മുന്നോട്ട് നയിക്കാനാവുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇപ്പൊ പ്രിയങ്ക ഗാന്ധിയെ കൊണ്ട് വയനാട്ടിൽ നിർത്തി ജയിപ്പിച്ചെടുത്തിട്ട് പ്രിയങ്കയും കൂടെ പാർലമെന്റിൽ വരുന്നതോടുകൂടി ഇവര് സഹോദരനും സഹോദരിയും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരിക്കും ചിലപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ പാർലമെന്റിൽ രാഹുൽ ഗാന്ധിക്ക് ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് പ്രിയങ്ക ഉണ്ടാവുമല്ലോ. അല്ല, ഇതിനിടയ്ക്ക് ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പില് പിന്നെ ഇന്ത്യ സഖ്യത്തിലെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടല്ല കോൺഗ്രസ് മുന്നോട്ട് പോയത്. അത് തിരിച്ചടിയായി. എന്ന് പറഞ്ഞാൽ പ്രോട്ടേം സ്പീക്കറായിട്ട് അവര് തന്നെ ഒരാളെ അങ്ങ് സ്വന്തമായിട്ട് പ്രപ്പോസ് ചെയ്യായിരുന്നു, കൊടിക്കുന്നിൽ സുരേഷിനെ പോലെയുള്ള. അത് തൃണമൂൽ കോൺഗ്രസിനെ പോലെയുള്ള പാർട്ടികൾ അതിനെ എതിർപ്പ് പ്രകടിപ്പിച്ചു. അതുപോലെ തന്നെ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ കൊടിക്കുന്നിലിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെയും വിമർശനമുണ്ട്. TMC മമത രംഗത്ത് അവിടെയും കോൺഗ്രസ് ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനം എടുത്തു എന്ന് പറഞ്ഞാണ്. അത് മാത്രമല്ല, ഈ പ്രതിപക്ഷം എടുത്ത തീരുമാനങ്ങൾ അപ്പപ്പോൾ തന്നെ BJP നേതൃത്വം അറിഞ്ഞുകൊണ്ടിരുന്നു. അതെ അതെ. അപ്പൊ ഇന്ത്യ സഖ്യത്തിൽ തന്നെ വ്യക്തമായ ഒരു ചാരന്മാര് BJPയുടെ ഉണ്ട്. അതെ അതെ. അല്ല, ഈ പിന്നെ ഇപ്പൊ പുറത്ത് പ്രചരിക്കുന്ന പോലെ അല്ലല്ലോ അവിടെ നടക്കുന്ന കാര്യങ്ങൾ. ഇപ്പൊ തുടക്കം മുതൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ഇപ്പൊ BJPക്ക് കേവല ഭൂരിപക്ഷം കിട്ടാതെ അധികാരത്തിൽ വന്നപ്പോൾ അന്ന് തൊട്ടേ പറയുന്നതാണ് ഇതിപ്പോ TDPയും മറ്റേ JDUവും അവര് പ്രശ്നം ഉണ്ടാക്കും, വരിഞ്ഞു മുറുക്കും, മോഡിയെ ഇടത്തോട്ടും വലത്തോട്ടും തിരികെ. ഒന്നും സംഭവിച്ചില്ല. മന്ത്രിസ്ഥാനം വിഭജിച്ചപ്പോൾ അവർ മേജർ വകുപ്പുകൾ ചോദിക്കുന്നു, ഒന്നും സംഭവിച്ചില്ല. അവര് കൊടുത്ത വകുപ്പുകൾ മേടിച്ചുകൊണ്ട് അവർ പോയി. അല്ല, സ്പീക്കർ സ്ഥാനത്ത് അവർ കർശനമായ നിലപാടെടുത്തു. ഇതാണ് അവരുടെ നിലപാട്. അത് മാത്രമല്ല, തെലങ്കാനയില് ആന്ധ്രയില് ജഗൻമോഹൻ റെഡ്ഡിയുടെ 4 MPമാരാണ് അവര് BJPയെ സപ്പോർട്ട് ചെയ്തു. 11 രാജ്യസഭാംഗങ്ങളുണ്ട്, അവരും BJP സപ്പോർട്ട് ചെയ്തു. അപ്പൊ അവരുള്ളത് കൊണ്ട് ചന്ദ്രബാബു നായിഡു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പണം വിടർത്തല്ല. പക്ഷേ പുറത്ത് പ്രചരിക്കുന്നത് എന്താണ്? ഇപ്പം സമൂഹ മാധ്യമങ്ങളിലും ചാനലുകളിലും ഒക്കെ വെച്ച് അലക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇപ്പൊ വീഴും എന്നുള്ള രീതിയിലാണ്, ഈ മന്ത്രിസഭ വീഴും എന്നുള്ള രീതിയിലാണ് അവരുടെ വാർത്തകളും പ്രചരണങ്ങളും ഒക്കെ. പക്ഷേ അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് കേന്ദ്രത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇപ്പൊ 99 സീറ്റ് കഴിഞ്ഞ പ്രാവശ്യം 52 അതിന് മുമ്പ് 2014 41. അപ്പൊ ഈ 99 സീറ്റ് ഒറ്റയ്ക്ക് കോൺഗ്രസ് എത്തി, അതൊരു വലിയ നേട്ടമാണ്. പക്ഷേ ഈ 99 സീറ്റ് എത്തിയെങ്കിൽ പോലും അടുത്ത തവണ ഭരണം കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ ഈ 99-ൽ നിന്നാണ് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ അതോടനുബന്ധിച്ച് കോൺഗ്രസിനായിരിക്കും ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം. കാരണം ഈ നിയമനിർമ്മാണവും ഈ ബില്ലുകളുടെ ചർച്ചകളിലും ഒക്കെ ക്രിയാത്മകമായി പഠിച്ച് അഭിപ്രായം പറയേണ്ട ചുമതല ഏറ്റവും കൂടുതലും ഉത്തരവാദിത്വം വന്നിരിക്കുന്ന കോൺഗ്രസിനാണ്. പക്ഷേ ഈ കോൺഗ്രസിൽ സംബന്ധിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ MPമാരെ കോൺഗ്രസിന് കൊടുത്ത് കേരളത്തിൽ നിന്ന് 14 പേരും. എത്ര പേര് ബില്ലിൽ ചർച്ച ചെയ്യും? കാര്യമാത്ര പ്രസക്തമായിട്ട് എത്ര MPമാർ ഒരു ബില്ല് രാഹുൽ ഗാന്ധി ചെയ്യുമോ? അതാണ് നമ്മൾ കാത്തിരുന്ന കാര്യമാണെന്ന് പറയുന്നത്. ഇപ്പൊ കേരളത്തിൽ നിന്നുള്ള MPമാരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ എല്ലാം അലട്ടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭാഷയുടെ പ്രശ്നമാണ്. ഇപ്പൊ കൊടിക്കുന്നിൽ സുരേഷ് 8 തവണ MP ആയെന്ന് പറയുന്നത് എന്ത് പ്രയോജനമുണ്ട്? അദ്ദേഹത്തിന് ഹിന്ദിയും സംസാരിക്കാൻ അറിയില്ല, ഇംഗ്ലീഷും അറിയത്തില്ല. ആകെ മലയാളത്തിൽ തന്നെ പുള്ളിക്ക് നന്നായിട്ട് പ്രസംഗിക്കാൻ അറിയാത്തൊരു ആളാണ്. 2 വർഷം മറുനാട്ടിൽ പോകുന്നവർ ഹിന്ദി നന്നായി സംസാരിക്കും. പിന്നെ അതാണ് ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരാള് മറ്റൊരു സംസ്ഥാനത്ത് പോയി കുറച്ചുനാൾ താമസിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഭാഷ പഠിച്ചെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പൊ ഇവരൊക്കെ 8 തവണ ജയിച്ചു. 8 തവണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിച്ച കാര്യമല്ല. അതാണ്ട് 40 വർഷമാണ്. ഈ 40 വർഷം ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച കൊടിക്കുന്നിൽ സുരേഷിന് ഇത്രയും കാലമായിട്ട് മര്യാദയ്ക്കൊന്ന് സംസാരിക്കാൻ അറിഞ്ഞൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരൊക്കെ എന്തിനു വേണ്ടിയാണ് പാർലമെന്റിലേക്ക് പോകുന്നത്? കേരളത്തിൽ പ്രതീക്ഷയുള്ളത്
എംപിമാര് പിന്നെ പ്രേമേന്ദ്രൻ ശശി തരൂർ ഇപ്പൊ സത്യപ്രതിജ്ഞയ്ക്ക് പോലും അവിടെ ചെന്നിട്ടില്ല. അദ്ദേഹം വേറെ എവിടെ ടൂർ അടിക്കുക. എനിക്ക് തോന്നുന്നു എന്താ ഉദ്ദേശം എന്ന് മനസ്സിലാവും. സമയത്ത് എത്തിയില്ല. അതെ, സമയത്ത് ഈ വോട്ടെടുപ്പ് ഈ സമയത്ത് സ്പീക്കർ തെരഞ്ഞെടുപ്പിലൊന്നും ഇല്ലായിരുന്നല്ലോ. എത്താൻ കഴിഞ്ഞില്ല, അവിടെ ട്രാഫിക് ജാം ആണെന്ന്. അപ്പൊ ഇലക്ഷൻ നടന്നിരുന്നെങ്കിൽ ശശി തരൂരിന്റെ വോട്ട് അവിടെ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുണ്ട്. അപ്പൊ പിന്നെ എത്ര എംപിമാരാണ്? അതാണ് ഇപ്പൊ പ്രേമേന്ദ്രനുണ്ട്, ശശിധരനും കൂടെ രണ്ടുണ്ട്. പിന്നുണ്ടെന്ന് പറഞ്ഞാൽ E.T. മുഹമ്മദ് ബഷീർ സഭയിൽ കോൺഗ്രസ് അല്ലല്ലോ, അല്ല ലീഗിന്റെ ആണെങ്കിലും ഇവിടുത്തെ എംപിമാരിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന അദ്ദേഹം മാത്രമാണുള്ളത്. ബാക്കിയുള്ളവർ എന്ത് ചെയ്യും? ഈ എംപിമാർക്ക് എന്ത് പ്രസക്തിയാണ് അവിടെ? അതാണ് അവിടെ ഇവർക്ക് ചർച്ചയ്ക്കുള്ള അവസരം ലഭിക്കത്തുമില്ല. ലഭിച്ചാലോട്ട് ഇവര് ചെയ്യത്തുമില്ല. കഴിഞ്ഞ പാർലമെന്റില് പിന്നെ TN പ്രതാപൻ പറയായിരുന്നില്ല, ഞാൻ മോഡിയുടെയും അമിത്ഷായുടെയും മുമ്പിൽ പോയി എന്നിട്ട് മുഖത്ത് നോക്കി സംസാരിക്കും. എന്ത് സംസാരിച്ചത്? അവിടെ ബഹളം ഉണ്ടാക്കുക എന്നുള്ള ഒറ്റപ്പണിയായിരുന്നു TN പ്രതാപൻ ചെയ്തുകൊണ്ടിരുന്നത്. ഹിന്ദി അറിയാത്തില്ല, ഇംഗ്ലീഷ് അറിയാത്ത ആള് മലയാളം മോഡിയുടെ മുമ്പിൽ ചെന്നിട്ട് ഞാൻ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിഹാസ്യം എന്നല്ലാതെ എന്താ പറയാൻ പറ്റും? അതേപോലെയാണ്. പക്ഷെ ഇപ്പോഴും അതുപോലെ ബഹളം വെക്കാനായിട്ട് കുറെ പേരുണ്ടാവും. അല്ല, ഈ പാർലമെന്റ് ഈ സഭയില് ബഹളമല്ല വലുത്, ക്രിയാത്മക പ്രതിപക്ഷമായിട്ടിരുന്നുകൊണ്ട് അടുത്ത ഭരണം പിടിക്കുക എന്നുള്ളതാണ് ഇന്ത്യ സഖ്യത്തിന്റെ ലക്ഷ്യം. പക്ഷെ അതിന് എത്രമാത്രം പിന്നെ അർത്ഥവും സമ്പത്തും ഉണ്ടാവും കോൺഗ്രസിന്. അതാണ്. അല്ല, അത് ഇപ്പോ വളരെ ആക്റ്റീവായിട്ടൊക്കെ നിൽക്കുകയാണ്. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് പ്രതീക്ഷ വയ്ക്കാവുന്ന രീതിയാണ്. പക്ഷെ അത് ഇനി വരും ദിവസങ്ങളിലാണ് പാർലമെന്റിലെ ഓരോ നടപടിക്രമങ്ങളും പുറത്ത് രാജ്യത്തുണ്ടാകുന്ന വിവിധ പ്രശ്നങ്ങളിലൊക്കെ രാഹുൽ ഗാന്ധി എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും അതിനെ നമുക്ക് വിലയിരുത്തേണ്ടി വരുന്നത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ അത് മാത്രമല്ല, രാഹുൽ ഗാന്ധി അവിടെ പാർലമെന്റിൽ പെർഫോം ചെയ്തിട്ടും കാര്യമില്ല. അതിനനുസരിച്ച് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കോൺഗ്രസ് വളരേണ്ടതുണ്ട്. പല സംസ്ഥാനങ്ങളിൽ നിന്ന് 1-2 സീറ്റുകളാണല്ലോ ഇപ്പൊ നിലവിൽ ലഭിച്ചിരിക്കുന്നത്. ഈ സീറ്റ് ഒരുപാട് വർദ്ധിപ്പിച്ചെങ്കിൽ മാത്രമല്ലേ വരും തെരഞ്ഞെടുപ്പുകളിൽ അല്ലെങ്കിൽ അടുത്ത പാർലമെന്റ് ഇലക്ഷനിൽ കോൺഗ്രസിന് ഈ 100-ൽ നിന്ന് 99-ൽ നിന്ന് ഒരു 150 ആക്കി മാറ്റണമെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി കോൺഗ്രസിന്റെ ഈ പ്രവർത്തനം വ്യാപിപ്പിക്കണം. കർണാടകയിലും കളി തുടങ്ങി. അതെ. അപ്പൊ BJPക്ക് ആയുധം കൊടുക്കുന്ന പണിയായി കോൺഗ്രസ് അവിടെ ചെയ്തു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം DK മുഖ്യമന്ത്രി ആക്കാമെന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ മാന്യമായി നിന്നു DK. അതിനുശേഷം മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെട്ടു, അവരുടെ ഒക്കലിംഗ സമുദായം ആവശ്യപ്പെട്ടു. ഈ സമയത്ത് മറ്റ് 3 വിഭാഗങ്ങൾക്കും കൂടി ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കണമെന്നും പറഞ്ഞ് സിദ്ധരാമയ്യ. അപ്പൊ സിദ്ധ ശിവ ഒരു പോരാട്ടമാണ് കർണാടക. ഇത് BJP എത്രമാത്രം? അത് തീർച്ചയായിട്ടും BJP മുതലെടുക്കും. കാര്യം കർണാടകത്തിൽ വളരെ ശക്തമായ ബേസ് ഉള്ള ഒരു പാർട്ടിയാണ് BJP എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ള ആൾക്കാരുടെ ഒരു റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ഇലക്ട് ചെയ്തതിൽ വിഷമമുണ്ടെന്നാണ് പല ആൾക്കാരും പറയുന്നത്. കാരണം BJP തുടർന്നു വന്ന പല നല്ല കാര്യങ്ങളും ഇവർ വന്നതുകൂടി തകിടം മറിക്കുകയും അട്ടിമറിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചില വിഷയങ്ങളൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ BJP അധികാരത്തിൽ വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കോൺഗ്രസിലെ ഈ തമ്മിലടി കൂടി ആവുമ്പോഴത്തേക്ക് BJPക്ക് അതിനുള്ള വളം ഒരുക്കുകയാണ്. അല്ല, 2 കടൽക്കിഴവ് പാർട്ടിക്കാർ പറയുന്നത് 2 കടൽക്കിഴവന്മാരാണ് ഈ മധ്യപ്രദേശിന്റെ രാജസ്ഥാനും കൊണ്ട് BJPക്ക് വെള്ളിത്തലയിൽ വെച്ചു കൊടുത്തത്. ഇപ്പൊ കർണാടകയിലും ഒരു കടൽക്കിഴവൻ ഇതിന് സമാനമായ അന്തരീക്ഷം. യഥാർത്ഥത്തില് അന്ന് ഈ സിദ്ധരാമയ്യയെ മാറ്റിയിട്ട് കുറച്ചുകൂടെ ആക്റ്റീവായിട്ടുള്ള ചെറുപ്പക്കാരനായ DK ശിവകുമാറിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തിരുന്നെങ്കിൽ ഈ കർണാടകത്തിലെ സ്ഥിതി കുറെ കൂടെ മെച്ചപ്പെട്ടേനെ നമുക്ക് തോന്നുന്നുണ്ട്. പാർട്ടി പിളരും. അതാണ് പാർട്ടി എപ്പോഴും പാർട്ടി പിളരും. ഇപ്പൊ DKക്ക് കൊടുത്ത സിദ്ധാ വിഭാഗം പിളരും, ഇതിന് കൊടുത്തില്ലെങ്കിൽ DK വിഭാഗം പിളരും. അപ്പൊ ആ ഒരു അവസ്ഥയിലാണ് ദക്ഷിണേന്ത്യയിൽ BJPക്ക് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായത് കർണാടകയിലായിരുന്നു. ആ കർണാടകയിൽ വീണ്ടും BJPക്ക് അടിക്കാൻ ഒരു വടി കൊടുത്തിരിക്കുകയാണ്. അല്ല, അത് മിക്കവാറും കർണാടകയിലെ BJPയുടെ ഓപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടാവും. ഈ അടി മുതലെടുത്തുകൊണ്ട് 5 വർഷം പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഒരുപക്ഷെ ഭരണം പിടിച്ചെടുക്കാവുന്ന അവസ്ഥ. കാര്യം അവരെല്ലാം ചെയ്യുന്ന പാർട്ടികളാണ്. ഈ വർഷം അവസാനം 1-2 സ്റ്റേറ്റുകളിൽ ഇലക്ഷൻ നടക്കാൻ പോകുന്നു, മഹാരാഷ്ട്ര ഉൾപ്പെടെ. ഹിമാചൽ പ്രദേശ്, മഹാരാഷ്ട്ര ഉൾപ്പെടെയൊക്കെ തെരഞ്ഞെടുപ്പ്. ഇതോടനുബന്ധിച്ച് അവിടെയും ഡൽഹിയിൽ തിരഞ്ഞെടുപ്പുണ്ട്. ഒരു മാസ്റ്റർ പ്ലാൻ ഡൽഹിയിലുണ്ട്. മാസ്റ്റർ പ്ലാൻ ആവിഷ്കരിക്കാനുള്ള നീക്കം BJP നടത്തിക്കൂടായില്ല. ഇതും ഇന്ത്യയിലെ പ്രതിപക്ഷത്തിനും രാഹുൽ ഗാന്ധിക്കും എത്ര കണ്ട് ഇതിനകത്ത് ക്രിയാത്മകമായി ഇടപെടാൻ പറ്റില്ല. അതാ പറഞ്ഞത്, ഈ വരും തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ സ്വാധീനം ആ സംസ്ഥാനങ്ങളിൽ എത്രത്തോളം വ്യാപിപ്പിക്കാം എന്നതിനെ ആശ്രയിച്ചിരിക്കും രാഹുൽ ഗാന്ധിയുടെ പെർഫോമൻസ്. അദ്ദേഹത്തിന് അതിനകത്ത് എത്രത്തോളം ഇടപെടാൻ കഴിയും. പിന്നെ അതുപോലെ ഈ പ്രിയങ്കയും കൂടെ വരുമ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും ചേർന്നിട്ടൊരു ശക്തിയായിട്ട് ഒരുമിച്ച് നിൽക്കുമോ ഇതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടതാണ്. അതിൻ്റെ ഇടയ്ക്ക് റോബർട്ട് വാദ്ര നിൽപ്പുണ്ട്, കേസുണ്ട്. അദ്ദേഹം പുള്ളിക്ക് മുട്ടിയിരിക്കുകയാണ്, MP ആയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ
റോബർട്ട് വാദ്രയുടെ രംഗത്തിറങ്ങുമ്പോഴത്തേന് BJP അടുത്ത ബ്രഹ്മാസ്ത്രം പുറത്തു. ഇയാൾക്കെതിരെ പല കേസുകളും കിടപ്പുണ്ട്. കേസുകളൊക്കെ വരും. നേരത്തെ പല കേസുകളും ഉണ്ടെന്നാണ് പറഞ്ഞത്. അനധികൃത സ്വത്ത് സമ്പാദനം, റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒക്കെ ആണല്ലോ. അപ്പൊ അതിനകത്തൊക്കെ ഒരുപാട് കേസുകളും വഴക്കുകളും ക്രമക്കേടുകളൊക്കെ ഉള്ളതായിട്ട് വേണമെങ്കിൽ കണ്ടെത്താൻ ബുദ്ധിമുട്ടൊന്നുമില്ല. മാത്രമല്ല അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കേസ്, ഹെലികോപ്റ്റർ വാങ്ങി എന്നുള്ള, പിന്നെ നാഷണൽ ഹെറാൾഡ് കേസ്, ഇതൊക്കെ പിന്നെ ഓരോ സമയം അനുസരിച്ച് BJP എടുത്ത്. മാത്രമല്ല രാഹുൽ ഗാന്ധി മോദിക്കെതിരെ നടത്തിയ ഗുജറാത്തിൽ നടത്തിയ ഒരു കേസുണ്ട്. അത് ജാമ്യത്തിൽ നിൽക്കുകയാണ്. ആ കേസും സുപ്രീം കോടതി ജാമ്യം കൊടുത്തിരുന്നു. അപ്പൊ ആ കേസും ഇപ്പോൾ ഇതെല്ലാം BJP കോൺഗ്രസിനെതിരെ ഡെമോക്രസിന്റെ വാള് പോലെ തൂങ്ങിക്കിടക്കുക. ഇതിനിടയ്ക്കാണ് രാഹുൽ ഗാന്ധി ഒരു നല്ല പ്രതിപക്ഷ നേതാവായി ശോഭിക്കേണ്ടത്. രാഹുൽ ഗാന്ധി നല്ലൊരു പ്രതിപക്ഷ നേതാവായി ശോഭിക്കട്ടെ. അത് മാത്രമല്ല, ഈ സഭാ നടപടികളെന്ന് പറഞ്ഞാൽ ബഹളമല്ല, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ക്രിയാത്മകമായ ഇടപെടലാണ് നടത്തേണ്ടത്. അടുത്ത വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.